നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാണികൾക്ക് ദൃശ്യവിരുന്നേകി തണ്ണീർമുക്കം ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഫ്യൂഷൻ കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളും സെമിനാറുകളുമായി 16-ന് സമാപനം. കാലം ഇത്ര കഴിഞ്ഞിട്ടും വാരനാട് ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കാത്ത നിലയിൽ. ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. ഫ്രാൻസിലെ കാൻ പട്ടണത്തിൽ നടക്കുന്ന കാൻ ഫെസ്റ്റിവൽ കാണുവാൻ ചേർത്തല സ്വദേശിനിക്ക് അവസരം. നഗരസഭ 4-ാം വാർഡിൽ സ്റ്റാർ വ്യൂവിൽ ഷെറിൻ മുഹമ്മദ് ഷിബിനാണ് ഈ സുവർണാവസരം. വിശദമായ വാർത്തകളിലേക്ക്. കാണികൾക്ക് ദൃശ്യവിരുന്നേകി തണ്ണീർമുക്കം ഫെസ്റ്റ് തുടരുന്നു. ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം ശ്രദ്ധേയമായി. തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രമൈതാനിയിൽ നടന്ന ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരത്തിൽ കേരളത്തിലെ പ്രശസ്തമായ 25 ടീമുകൾ പങ്കെടുത്തു. മ്യൂസിക് ഫ്യൂഷൻ, ഗാനമേള, ഓട്ടംതുള്ളൽ, സെമിനാറുകൾ തുടങ്ങിയവ ഫെബ്രുവരി 16 വരെ നടക്കുന്ന തണ്ണീർമുക്കം ഫെസ്റ്റിലുണ്ടാകും. കാലം ഇത്ര കഴിഞ്ഞിട്ടും വാരനാട് ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കാത്ത നിലയിൽ. ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. ഏകദേശം 68 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തന സജ്ജമായിരുന്ന വാരനാട് ബോട്ട് ജെട്ടി ഇന്ന് വെറും വള്ളക്കടവ് മാത്രം. സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന ബോട്ട് സർവീസ് നിർത്തിയതോടെ ബോട്ട് ജെട്ടിയുടെയും പ്രവർത്തനം നിലച്ചു. ഒരുപാട് യാത്രക്കാരാണ് TV പുരം, വൈക്കം, വയലാർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകാൻ നടക്കടവിനെ ആശ്രയിച്ചിരുന്നത്. ഇന്ന് തവണക്കടവ് വഴിയല്ലെങ്കിൽ ബസ്സിൽ ദീർഘദൂരം യാത്ര ചെയ്താണ് വാരനാട്ടുകാർ വൈക്കത്തെത്തുന്നത്. വാരനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് വയലാറിൽ നിന്നും വൻ ജനാവലിയോടെ ഒറ്റത്തൂക്കം കൊണ്ടുവരുന്നതും ഈ കടവിലൂടെയാണ്. ജയറാമിന്റെ വക്കീൽ വാസുദേവ്, നസീറിന്റെ ചീനവല തുടങ്ങിയ സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാര്യമായ അവശേഷിപ്പുകളൊന്നും ഇന്നിവിടെയില്ല. കേവലം തകർന്ന തട്ടിന്റെ തൂണുകൾ മാത്രം. പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാരനാട് ബോട്ട് ജെട്ടി ഇന്ന് പ്രവർത്തനരഹിതമാണ്. ഇത് എത്രയും പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ജെട്ടി ഉണ്ടായിട്ട് 68 കൊല്ലമായി. അപ്പം അന്ന് ഒരു 3 കൊല്ലം ഓടിയിട്ടുണ്ട് ബോട്ട്. അത് കഴിഞ്ഞിട്ട് ബോട്ട് വന്നിട്ട് ചേർത്തല പിന്നെ പാതുവായും പാരതയെന്നും പറഞ്ഞ 2 ബോട്ടുണ്ടായിരുന്നു. അതിലൊരു ബോട്ടാണ് ഇവിടെ ഓടിക്കൊണ്ടിരുന്നത്. അത് ക്യാൻസലായിപ്പോയി. പിന്നെ ഇവിടെ ഓടിയിട്ടില്ല. 3 കൊല്ലം ഓടിയുള്ളു, പിന്നെ ഓടിയില്ല. അന്ന് മുതൽ 62 കൊല്ലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇത് പ്രവർത്തിച്ചാൽ നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വൈക്കത്താട്ടും തൃണയങ്കടത്താട്ടും ഒക്കെ പോകാനുള്ള സംവിധാനമാണ് അത്. നാട്ടുകാരൊക്കെ പറയണത് ഇതിലൂടെ ജെട്ടി വേണമെന്നാണ് പറയണത്. സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ബോട്ട് ജെട്ടി നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വർക്കുകൾ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ദേശീയ ജലപാത വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ലിങ്കിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് ഇതിൻ്റെ പണി ഇവിടെ നടക്കുമെന്നാണ് കരുതുന്നത്. തുടർ നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരിനന്ദന, KMCN ന്യൂസ്. ഫ്രാൻസിലെ കാൻ പട്ടണത്തിൽ നടക്കുന്ന കാൻ ഫെസ്റ്റിവൽ കാണുവാൻ ചേർത്തല സ്വദേശിനിക്ക് അവസരം. നഗരസഭ 4-ാം വാർഡിൽ സ്റ്റാർ വ്യൂവിൽ ഷെറിൻ മുഹമ്മദ് ഷിബിനാണ് ഈ സുവർണാവസരം. എല്ലാ വർഷവും ഫ്രാൻസിലെ കാൻ പട്ടണത്തിൽ നടക്കുന്ന ലോക പ്രശസ്ത ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ഈ വർഷം മെയ് 13 മുതൽ 24 വരെ നടക്കുന്ന ഫിലിം ഫെസ്റ്റിലേക്കാണ് ക്ഷണം. സാധാരണ പ്രശസ്ത ബോളിവുഡ് സിനിമാ നടീനടന്മാർക്കാണ് ഈ ക്ഷണം ലഭിക്കുക. സൗന്ദര്യ മത്സരത്തിൽ പലതവണ അവാർഡ് ജേതാവ് കൂടിയാണ് ഷെറിൻ മുഹമ്മദ് ഷിബിൻ. ചേർത്തലയിലെ മുൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണറും കോൺഗ്രസ് നേതാവുമായ അബ്ദുൽ ബഷീറിന്റെയും സൂസൻ ബഷീറിന്റെയും മകളാണ്.
ചേർത്തല KE കാർമൽ CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം രചിച്ച മക്കൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മക്കൾ എന്ന പേരുള്ള പുസ്തകം പിതാവ് ഇപ്പോൾ പ്രകാശനം ചെയ്യുകയാണ്. പുസ്തക പിതാവിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി CMC ഹോളി കോൺസിലെ ആദ്യത്തെ പ്രൊഫസർ സുപ്പീരിയർ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ 220ാമത് ചാവറ ജയന്തി ദിനത്തിൽ ചേർത്തല KE കാർമൽ CMI സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാംജി വടക്കേടം എഴുതിയ മക്കൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് പ്രകാശനം ചെയ്തു. മാർ റാഫേൽ തട്ടിൽ മെത്രോപൊലിത്ത, ചങ്ങനാശ്ശേരി ഹോളി ക്യൂൻസ് CMC പ്രസിഡന്റായ റവറന്റ് ഡോക്ടർ സിസ്റ്റർ സോഫി റോസിന് പുസ്തകം കൈമാറിക്കൊണ്ടാണ് കർമ്മം നിർവഹിച്ചത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൈനകരി വിശുദ്ധ ചാവറ ജന്മഗൃഹത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചാവറ ഭവൻ ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് ഇരുമ്പുകുത്തിക്കൽ ആശംസകൾ അർപ്പിച്ചു. ഫാദർ ബിജു ബടക്കയിൽ, ഫാദർ ആന്റണി വള്ളവന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കുന്ന വിജ്ഞാൻ തൊഴിൽ മേളയോടനുബന്ധിച്ച് നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത 22 പേരിൽ 21 പേർക്കും തൊഴിൽ ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ആലപ്പുഴ ST കോളേജിൽ സംഘടിപ്പിക്കുന്ന വിജ്ഞാന മെഗാ തൊഴിൽമേളയുടെ ഭാഗമായി L&T കമ്പനിയിലേക്ക് നടത്തിയ പ്രഥമ ഓൺലൈൻ അഭിമുഖത്തിലൂടെ 21 പേർക്ക് ജോലി ലഭിച്ചു. 22 പേരാണ് അഭിമുഖത്തിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കുകളിലെ ജോബ് സ്റ്റേഷനുകളിലുമായാണ് വ്യാഴാഴ്ച L&T കമ്പനിയിലേക്ക് അഭിമുഖം നടന്നത്. ചൊവ്വാഴ്ച നടന്ന CAT കമ്പനിയിലേക്കുള്ള അഭിമുഖത്തിൽ ജോലി ലഭിച്ചവർക്കുള്ള ഓഫർ ലെറ്റർ വിതരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി കമ്പനികൾക്ക് ഏറ്റവും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ നൽകാൻ വിജ്ഞാന ആലപ്പുഴ തൊഴിൽമേളയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് MLA പറഞ്ഞു. തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടുന്നതായിരിക്കേണ്ട മറ്റു തൊട്ടടുത്തുള്ള നിരവധി ഇന്ത്യയിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ പോയി വരാൻ കഴിയുന്ന സൗകര്യങ്ങളാണെന്ന് ഒരു ജോലിക്ക് പോയാൽ മാസത്തിലോ 2 മാസമോ കൂടുമ്പോൾ കൃത്യമായി ഒരാഴ്ച 2 ആഴ്ച വരാൻ കഴിയുന്ന നിലയിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ആഴ്ച വന്ന് പോകാൻ കഴിയുന്ന നിലയിലുള്ള മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല സ്ഥാപനങ്ങളെയും അവിടെ എല്ലാം കേരളത്തിൽ തന്നെ കിട്ടണമെന്നില്ല, തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവസരങ്ങൾ ലഭ്യമാകാൻ പോവുകയാണ്. ആ നിലയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ പ്രാപ്തമാക്കാൻ നിശ്ചയമായും ഇത്തരത്തിലേക്കുള്ള നമ്മുടെ വലിയ ഇടപെടൽ, ഇതിനു പിന്നിലുള്ളൊരു അധ്വാനമുണ്ട്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരു സെറ്റ് സന്നദ്ധ പ്രവർത്തകരെ പോലെയാണ് ഉദ്യോഗസ്ഥരായാലും പൊതുപ്രവർത്തകരായാലും ജനപ്രതിനിധികളായാലും ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തുന്ന കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ഈ ഇന്റർവ്യൂകളെല്ലാം സംഘടിപ്പിക്കുവാനും, ഇവിടെ ഇപ്പോൾ L&T ആണ് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാണ്. ആ L&Tയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന വെർച്വൽ ഇന്റർവ്യൂ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളവർ ഇനി പല സ്ഥലങ്ങളിലായി ഇപ്പോൾ നടന്നിട്ടുള്ള ഇന്റർവ്യൂകൾ. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ME പ്രിയ, TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ R റിയാസ്, P അഞ്ജു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നയ്ക്കൽ, AS കവിത തുടങ്ങിയവർ പങ്കെടുത്തു. കഞ്ഞിക്കുഴിയിലെ സമൃദ്ധി കാർഷിക കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ കുടുംബശ്രീയുടെ ഹരിത സമൃദ്ധി പദ്ധതിയിൽ വിളവെടുത്തത് 100 മേനി. സംസ്ഥാന കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലെ സമൃദ്ധി കാർഷിക കൂട്ടായ്മ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ നിർവഹിച്ചു. ഒരു പദ്ധതി കേരളമെമ്പാടും കുടുംബശ്രീ വഴി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കഞ്ഞിക്കുഴി CDS ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നമ്മുടെ വാർഡിൽ 2 വാർഡുകൾ ചേർന്നാണ് ഇവിടെ കൃഷി നടത്തിയിട്ടുള്ളത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീലതയുടെയും അതുപോലെ തന്നെ അമ്പിച്ചേച്ചിയുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ കൃഷി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും കുടുംബശ്രീ വഴി കാർഷിക മേഖലയിൽ ഇടപെടൽ നടത്തിയാൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതുവഴി തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ വിധ പച്ചക്കറികളും ചെറുപയറടക്കമുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഇവിടെ വളർത്തിക്കൊണ്ട് വരുവാൻ ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുള്ള കുടുംബശ്രീയുടെ ഹരിത സമൃദ്ധി എന്ന പദ്ധതി പ്രകാരം ഇവിടെ നടത്തിയിട്ടുള്ള കൃഷിയുടെ വിളവെടുപ്പ് ഔപചാരികമായി നിർവഹിച്ചത് അറിയിക്കുന്നു. ചെറുവള്ളി പാടശേഖരത്താണ് ഗ്രൂപ്പ് അംഗങ്ങൾ കൃഷി നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ശ്രീലത, വികസന സമിതി കൺവീനർ ഷാജി K ആവുട്ടം, കുടുംബശ്രീ അഗ്രി കോർഡിനേറ്റർ അംബിക മോഹൻ,
ADS അംഗം വത്സല മുരളി, ശ്രീലത സന്തോഷ്, മായ അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. ചീര, വൻപയർ, മുളക്, ചെറുപയർ, വെണ്ട എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. വൈക്കം ജങ്കാർ ജെട്ടിക്കടവിൽ നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു സജീവ്, ഹരിദാസൻ നായർ, നഗരസഭാ അംഗങ്ങളായ MK മഹേഷ്, ബിജിമോൾ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ VS പ്രിയാമോൾ, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ CO അഞ്ജലി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വബോധം കുഞ്ഞു മനസ്സിൽ നിന്നും തുടങ്ങാമെന്ന സന്ദേശവുമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അംഗനവാടികളിൽ പ്ലാസ്റ്റിക് സംഭരണികൾ സ്ഥാപിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 18 വാർഡുകളിലെ 30 അംഗനവാടികളിലും സ്ഥാപിച്ച പ്ലാസ്റ്റിക് സംഭരണികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R നാസർ നിർവഹിച്ചു. ശുചിത്വ കേരള പരിപാടി വളരെ വിപുലമായ രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നു വരികയാണ്. ആ ശുചിത്വ കേരള പരിപാടിയുടെ ഭാഗമായിട്ടാണ് മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കാനും അത് സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും നമ്മൾ ഏർപ്പെടുത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായി വീടുകളിലെ മാലിന്യങ്ങൾ, സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ എല്ലാം അവിടെ തന്നെ സംസ്കരിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ മാലിന്യങ്ങൾ ഇതുപോലെ പൊതുവഴിയിലോ മറ്റു സ്ഥലങ്ങളിലോ വലിച്ചെറിയുന്ന ഏർപ്പാട് അവസാനിപ്പിക്കാനും ശുചിത്വ നാടായി നമ്മുടെ നാടിനെ നിലനിർത്താനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാം വാർഡിലെ മണിയന്ത്ര 51 നമ്പർ അംഗൻവാടിയിലാണ് ചടങ്ങ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് അംഗം S ജോഷിമോൻ സ്വാഗതം ആശംസിച്ചു. വികസന സമിതി അംഗങ്ങളായ മധുസൂദനൻ, ജയൻ, ശ്രീദേവി, സൈനമ്മ എന്നിവർ പങ്കെടുത്തു. 16ാം വാർഡ് കളത്തിവീട് അംഗൻവാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി TF സെബാസ്റ്റ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി P രാജീവ് എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. ഷാജി K അവിട്ടം, C സത്യൻ, സിന്ധു ഉദയൻ എന്നിവർ സംസാരിച്ചു. അച്ഛനോടും അമ്മയോടും അതുപോലെ നമ്മുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ പറയണം. അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ ഭൂമിക്ക് കേടാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും, കുഞ്ഞുങ്ങളാണ് അത് പറയേണ്ടത്. നമ്മുടെ മാതാപിതാക്കളോട്, ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒക്കെ കുഞ്ഞുങ്ങൾ പറയണം. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിനെതിരെ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കണം. ചെറുതല സെന്റ് മേരീസ് പാലത്തിന് കിഴക്കേക്കരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 14-ാം തീയതി മുതൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചേർത്തല നഗരസഭാ പരിധിയിൽ AS കനാലിന് കുറുകെ പുനർനിർമ്മിക്കുന്ന സെന്റ് മേരീസ് പാലത്തിന്റെ കിഴക്കേക്കരയിലെ പാതയുടെയും സംരക്ഷണ ഭിത്തികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി 14 മുതൽ ആരംഭിക്കുന്നതിനാൽ ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് ആലപ്പുഴ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷൻ, പടയണിപ്പാലം, കൃഷിഭവൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അനുയോജ്യമായ മറ്റ് സമീപപാതകൾ ഉപയോഗിക്കേണ്ടതാണ്. അറിയിപ്പ്: വസ്തു വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്നവർക്കായി ഈ മാസം 15, 27 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെ തലയാഴം സബ് രജിസ്ട്രാർ ഓഫീസിൽ കോമ്പൗണ്ടിംഗ് സെറ്റിൽമെന്റ് അദാലത്ത് നടത്തും. സ്റ്റാമ്പിലും ഫീസിലും ഇളവുകൾ നേടി കുറഞ്ഞ തുക ഒടുക്കി തുടർ നടപടികൾ ഒഴിവാക്കി കേസുകൾ തീർപ്പാക്കാനുള്ള അവസരമാണ് ഈ അദാലത്ത്. വിശദവിവരങ്ങൾക്ക് തലയാഴം സബ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കാണികൾക്ക് ദൃശ്യവിരുന്നേകി തണ്ണീർമുക്കം ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന ഫ്യൂഷൻ കൈകൊട്ടിക്കളി ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളും സെമിനാറുകളുമായി 16-ന് സമാപനം. കാലം ഇത്ര കഴിഞ്ഞിട്ടും വാരനാട് ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കാത്ത നിലയിൽ. ബോട്ട് ജെട്ടി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. ഫ്രാൻസിലെ കാൻ പട്ടണത്തിൽ നടക്കുന്ന കാൻ ഫെസ്റ്റിവൽ കാണുവാൻ ചേർത്തല സ്വദേശിനിക്ക് അവസരം. നഗരസഭ 4-ാം വാർഡിൽ സ്റ്റാർ വ്യൂവിൽ ഷെറിൻ മുഹമ്മദ് ഷിബിനാണ് ഈ സുവർണാവസരം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.